ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ അവസരമാണ് 2019 റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. RRC-01/2019 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഗ്രൂപ്പ് ഡി ലെവൽ 1 തസ്തികയിലേക്ക് ആകെ 1,03,769 വേക്കൻസിയാണ് നിലവിലുള്ളത്. RRBയുടെ ഏത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഇതിന് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്ക് RRBchennai.gov.in എന്ന സൈറ്റിൽ നിന്നും അപേക്ഷ ഓൺലൈനായി അയക്കാവുന്നതാണ്. ഇനിയും ഈ എക്സാമിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 12/3/2019 വൈകിട്ട് 5 മണി മുതലാണ്. ക്ലോസിംഗ് ഡേറ്റ് 12/4/2019 രാത്രി 12 മണി വരെ. ഓരോ റെയിൽവേ സോണിലും ജനറൽ കാറ്റഗറി, റിസർവേഷൻ കാറ്റഗറി തുടങ്ങിയ ഒഴിവുകൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും റെയിൽവേയുടെ ഒരു സോണിലേക്ക് മാത്രമേ അപേക്ഷ അയക്കുവാൻ സാധിക്കൂ എന്നതുകൊണ്ട് സൗകര്യപ്രദമായ സ്ഥലത്തെ അപേക്ഷ അയക്കുവാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇതിനെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്തെന്ന് നോക്കാം. ജനറൽ കാറ്റഗറിയിലേക്കുള്ള ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 33 വയസ്സാണ്. 1/7/2019 കണക്കാക്കിയാണ് ഇതിൻ്റെ അടിസ്ഥാനം. OBC, SC/ST, PWBD, എക്സ് സർവീസ്മെൻ തുടങ്ങിയവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ അപേക്ഷിക്കുന്നതിന് മുൻപേ ജനറൽ ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കേണ്ടതാണ്. അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. SSLC അതായത് 10ാം ക്ലാസ് യോഗ്യത, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ITA പാസ്സായിരിക്കണം. അതുമല്ല എങ്കിൽ നാഷണൽ അപ്രൻറ്റീസ് സർട്ടിഫിക്കറ്റ് അംഗീകൃതമായ NCVTയിൽ നിന്നും ഉണ്ടായിരിക്കണം. ഇനിയും ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സ്റ്റോഴ്സ്, ഇലക്ട്രിക്കൽ, ട്രാഫിക്, മെഡിക്കൽ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അസിസ്റ്റൻ്റായും, അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ഒഴിവിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ, അതായത് ഓരോ റെയിൽവേ സോണിലും ഉള്ള ഒഴിവുകളുടെ പേരും ഓരോ കാറ്റഗറിയിലേക്കും റിസർവ് ചെയ്തിട്ടുള്ള ഒഴിവുകളുടെ എണ്ണവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സതേൺ റെയിൽവേ ചെന്നൈ നാം നോക്കുകയാണെങ്കിൽ ആകെ 9,579 ഒഴിവുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ റെയിൽവേ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ഓരോ പോസ്റ്റിൻ്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുന്നതിന് മുൻപേ ഉദ്യോഗാർത്ഥികൾ അത് ചെക്ക് ചെയ്യുക. അടുത്തത് ഇതിൻ്റെ എക്സാം ഫീ. ജനറൽ കാറ്റഗറി സ്ത്രീകൾ ഒഴിച്ച് 500 രൂപയും, SC/ST, OBC, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് 250 രൂപയുമാണ് ഫീസ്. അതിൽ ആദ്യത്തെ കാറ്റഗറിയായ 500 രൂപ അടയ്ക്കുന്നവർക്ക് CBT പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 400 രൂപയിൽ നിന്നും ബാങ്ക് ചാർജസ് ഒഴിച്ച് ബാക്കി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 250 രൂപ അടയ്ക്കുന്നവർക്ക് ബാങ്ക് ചാർജസ് കുറച്ച് മുഴുവൻ തുകയും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. 1. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT. 2. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 100 ചോദ്യങ്ങൾ ആയിരിക്കും, 100 മാർക്കാണ് ഉള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റാണ് ഇത്. ഇതിന് 1.5 മണിക്കൂറാണ് സമയം. പ്രധാനപ്പെട്ട 4 വിഷയങ്ങളായിരിക്കും CBT ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. 1. ജനറൽ സയൻസ്, 2. മാത്തമാറ്റിക്സ്, 3. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, 4. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതിൻ്റെ വിശദമായ സിലബസ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. മറ്റു പരീക്ഷകളെ പോലെ 1/3 നെഗറ്റീവ് മാർക്കും ഇതിന് ഉണ്ടായിരിക്കും. അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET. അത് മെയിൽ കാൻഡിഡേറ്റ്സിന് 35 കിലോ വെയിറ്റ് എടുത്ത് 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ നടക്കുക. സ്ത്രീകൾക്ക് 20 കിലോ വെയിറ്റ് എടുത്ത് 2 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ നടക്കേണ്ടതാണ്. അതുപോലെ പുരുഷന്മാർക്ക് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ ഓടേണ്ടതും, സ്ത്രീകൾക്ക് 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ ഓടേണ്ടതുമാണ്. ഇതെല്ലാം ആദ്യ ചാൻസിൽ തന്നെ പാസ്സായിരിക്കുകയും വേണം. ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ മിക്ക ജില്ലകളിലും ഉണ്ടായിരിക്കും. ഇതിനെ അപേക്ഷിക്കുവാനുള്ള ലിങ്ക്
12/3/2019 മുതൽ റെയിൽവേ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കി ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് പേയ്മെന്റ് നടത്തി ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. അപ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് ഉപയോഗിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ഈ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പരീക്ഷ എഴുതാവുന്നതുമാണ്. റെയിൽവേ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിന് അപേക്ഷിക്കുവാനും ഇപ്പോഴേ സിലബസ് അനുസരിച്ച് പഠിക്കുവാനും പറ്റിയ സമയമാണ് ഇത്. ഇതിൻ്റെ എക്സാം 2019 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിരിക്കും നടക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് www.rrbchennai.gov.in എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.